ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീണ്ടും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ കാണുന്ന സമയത്ത് ഗുഡ് ഈവനിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നതൊക്കെ ഇന്ത്യൻ ടൈം 6 PM കേട്ടോ. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിടണേ പ്ലീസ്. നിങ്ങൾ ഇഷ്ടമല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് കമൻറ്റ് ചെയ്തോളൂ. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം കേട്ടോ. എങ്ങനത്തെ വീഡിയോസ് വേണം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ. അത് ചമ്പ പുട്ടാണ്. ചമ്പ പുട്ട് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഹെൽത്തിന്. അതുകൊണ്ടാണ് നമ്മളത് വാങ്ങണത്. വൈറ്റ് പുട്ടുപൊടി വളരെ കുറവാണ് വാങ്ങിക്കുന്നത്. പിന്നെ നേരത്തെയൊക്കെ ഡബിൾ ഹോട്ട്സ് ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കിട്ടാറില്ല. ഇപ്പോൾ ഇത് പുതിയൊരു ബ്രാൻഡാണ്. വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് വെച്ചിട്ട് നേരത്തെയൊക്കെ മിക്സിയിൽ അടിക്കുമായിരുന്നു. പക്ഷേ ഈ പുട്ടുപൊടി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ മിക്സിയിൽ അടിക്കാതെ തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പം രാവിലത്തെ വെള്ളം കുടിച്ചില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്നത് ചുക്ക് പൊടിയാണ് കേട്ടോ. ചുക്ക് പൊടിയും പട്ടപ്പൊടി, നമ്മുടെ കറുവപ്പട്ട ചുമ്മാ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ആണ് ചൂടുവെള്ളത്തിലിട്ട് കുടിക്കുന്നത്. ഓരോ ദിവസം ഓരോന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ചില ദിവസം ഞാൻ മൊത്തം ഡെയിലി നിൽക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ വെള്ളം കുടിക്കാനുള്ള ദാഹമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം രാവിലെ അങ്ങനെ മാൻഡേറ്ററി ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ കുടിച്ചില്ലെങ്കിൽ ചില ദിവസം ഞാൻ വെള്ളം കുടിക്കാതായി. ഇപ്പോൾ തലവേദനയൊക്കെ വരുന്ന സമയത്താണ് ഓർക്കുന്നത് അയ്യോ വെള്ളം കുടിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. ആസ് യൂഷ്വൽ നമ്മുടെ എന്താണ് പൊട്ടറ്റോ ഫ്രൈയും ലെമൺ റൈസും ആണ് കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടും ചിക്കനും ആക്കാം. ശരിക്കും പറഞ്ഞാൽ പുട്ടുണ്ടാക്കിയിട്ട് ചിക്കൻ കറി വെച്ച് കഴിച്ചാൽ മതിയായിരുന്നു. ശരി ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. വെറൈറ്റി ഒന്നും അല്ല ഇത് കേട്ടോ. പുട്ടുപൊടി ഇട്ടിട്ട് അതിലേക്ക് ഈ ചിക്കൻ്റെ ഈ മസാല അധികം ഗ്രേവി ഇല്ലാത്തതായിരുന്നു, കുറച്ച് തിക്ക് മസാലയായിരുന്നു. അപ്പോൾ പുട്ടുകുറ്റിയിലേക്ക് പുട്ടുപൊടി നിറയ്ക്കുക, പിന്നെ ഈ ചിക്കൻ കറി വെച്ച് കൊടുക്കുക, വീണ്ടും പുട്ടുപൊടി നിറയ്ക്കുക, വീണ്ടും ചിക്കൻ കറി വെക്കുക, അങ്ങനെ അങ്ങനെ 2 ലെയറായിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓരോ ദിവസം ഓരോ പരീക്ഷണങ്ങൾ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നത്, ഞാൻ ഓൾറെഡി ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. ഹർഷിക്കുട്ടിക്കുള്ള ലഞ്ചാണ് പാക്ക് ചെയ്യാൻ പോണത്. അവൾക്കുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം അതിൽ ഞാൻ നമ്മുടെ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇട്ടേക്കുന്നത് വിവാൻ്റെ സ്കൂളിൽ കൊടുക്കാൻ പറ്റില്ല. നട്ട്സ് അലർജി ഉണ്ട് ഇവിടെ പല കുട്ടികൾക്ക്. അപ്പോൾ അവരുടെ സ്കൂൾ നട്ട് ഫ്രീ സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ പീനട്ട് ഇല്ലാതെ വേണം വിവാന് ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ ഹർഷിക്കുട്ടിക്കൂടെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേനും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ചൂട് പുട്ട്. ഞാൻ പെട്ടെന്ന് വെളിയിലോട്ട് നോക്കിയപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു മിസ്റ്റ് വന്ന് മൂടിയത് കേട്ടോ. സാധാരണ എപ്പോഴും ഇങ്ങനെ തണുപ്പുണ്ടാവുമെങ്കിലും അത്ര പെട്ടെന്ന് ഇങ്ങനെ മഞ്ഞ് മൂടാറില്ല. രാവിലെ നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വന്ന് മൂടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതാണ് വേഗം പോയി വീഡിയോ എടുത്തത്. അങ്ങനെ ഓരോരുത്തരായിട്ട് റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. വർഷക്കുട്ടി തൊണ്ടിന്ന് തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞ് നല്ല മഞ്ഞാണ്, തൊപ്പിയെങ്കിലും വെച്ചിട്ട് പോകുന്നത്. ജാക്കറ്റ് ഇടില്ല, തൊപ്പി വെക്കില്ല, ഒന്നും പറയണ്ട. മൊത്തത്തിൽ എന്താ പറയുക, അവൾക്കിങ്ങനെ തണുപ്പത്ത് നടക്കാനാണ് ഇഷ്ടം. അവളാണ് ഇവിടുത്തെ ഈ ക്ലൈമറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ തണുപ്പത്ത് ഇങ്ങനെ പോകാനും വരാനും ഒക്കെ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും വിവാൻകുട്ടിയും കൂടെയാണ് ഇരുന്ന് കഴിച്ചത്. അപ്പം വിവാൻകുട്ടി തോണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അവന് പക്ഷെ തണുപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവന് കുറച്ച് ചൂട് വേണ്ട ആളാണ്. അങ്ങനെ എല്ലാവരെയും ഞാൻ പറഞ്ഞൊക്കെ വിട്ടു. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. കുറച്ച് തുണി ഇന്നലെ വാഷ് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അത് ഉണങ്ങിക്കിട്ടും. പൊതുവെ ഞാൻ വെളിയിലൊന്നും വിരിക്കാത്തത് കൊണ്ട് ഞാൻ രാത്രിയിലേ ഇട്ട് വിടും. അപ്പം കുറച്ച് വാഷിംഗ് മെഷീനിൽ കിടന്നേ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇതിൽ ഡ്രൈ ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല കേട്ടോ എൻ്റെ വാഷിംഗ് മെഷീൻ. ഞങ്ങൾ കൊറോണ സമയത്ത് മുന്നേ നമ്മൾ ബ്രിസ്റ്റൽ താമസിച്ചിരുന്നു. ആ സമയത്ത് അവിടുത്തെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനിൽ തന്നെ ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയാണ് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയത് ഡ്രയർ വേണ്ടത്. കാരണം എന്നും ഇവിടെ മഴയാണല്ലോ, നമുക്ക് വെളിയിൽ വിരിക്കാനേ പറ്റൂല. അങ്ങനെ ഞാൻ കുറേ തുണികളൊക്കെ വിരിച്ചു. ബാക്കിയൊക്കെ ഇനിയുന്നുണ്ട് മടക്കാൻ കൊണ്ട് കട്ടിലേലിട്ടു. നിങ്ങളെല്ലാവരും കട്ടിലിടുന്ന ആൾക്കാരാണ്. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മെയിനായിട്ട് കട്ടിലിടാൻ കാരണം അവിടെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് മടക്കി വെക്കും. കാരണം നമുക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് മടക്കി വെച്ചല്ലേ പറ്റൂ. ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക് മനസ്സിലുള്ളത് കേട്ടോ. അതുകൊണ്ട് അപ്പം അങ്ങനെ കൊണ്ട് കട്ടിലിടും, ഉടനെ തന്നെ മടക്കി വെക്കും. ചില സമയത്ത് കഷിക്കുട്ടിയും വിമാനമൊക്കെ വന്ന് അവരുടെ തുണികളൊക്കെ സെപ്പറേറ്റായിട്ട് മടക്കിക്കൊണ്ട് പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സാണ് കേട്ടോ തലയൊക്കെ കുളിക്കുന്നത്. കാരണം ഞാൻ ദിവസം തല കുളിക്കാറില്ല ഇപ്പം. കാരണം ഇവിടെ വന്നതിന് ശേഷം എന്നും തണുപ്പുമാണ്. പിന്നെ ഇവിടെ അങ്ങനെ തലയൊന്നും അങ്ങനെ വിയർക്കാറുമില്ല. അപ്പോൾ ഈവനിങ് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. അപ്പം നല്ല എന്താ പറയുക, കുറേ നേരം ഇരുന്ന് കണ്ണടച്ച് ഈ ഭക്തിഗാനങ്ങളൊക്കെ ഇരുന്ന് കേൾക്കും കേട്ടോ.
വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒരു ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മനസ്സിനൊരു നല്ല സുഖമാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തോന്നും. അപ്പോൾ പിന്നെ രാത്രിയിൽ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. ഇത് ഞങ്ങൾക്ക് ചേട്ടൻ ഒരു ദിവസം സർപ്രൈസായിട്ട് പിസ്സ ഓർഡർ ചെയ്ത് വിട്ടതാണ് കേട്ടോ, നാട്ടിലിരിക്കുന്ന സമയത്ത്. ഞാൻ പറഞ്ഞതാ വേണ്ടാന്നുള്ളത്. പക്ഷേ ഏട്ടനെന്തോ കുറേ ദിവസമായില്ലേ നിങ്ങൾ വെളിയിലൊന്നും പോകുന്നില്ലല്ലോ, വെളിയിലത്തെ ഫുഡൊന്നും കഴിക്കുന്നില്ല. അങ്ങനെയല്ല, വെളിയിലത്തെ ഫുഡ് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഒരു ചേഞ്ച് വേണ്ടേ, നീയല്ലേ എന്നും ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് വിട്ടതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാനിവിടെ അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇന്നൊരു ദിവസം ഒന്നും ഉണ്ടാക്കണ്ട, റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. ശരി, ഞാനും ഹാപ്പി. അങ്ങനെ വശിക്കുട്ടി തോണ്ട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. അവൾ വന്നപ്പോഴാണ് കണ്ടത് പിസ്സ ഓർഡർ ചെയ്തേക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. വിവാൻകുട്ടി ചേച്ചി വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെയിറ്റിങ്ങിലാണ്. ഞാനിങ്ങനെ തുറന്നൊക്കെ കാണിച്ചു, പക്ഷേ കുഴപ്പമില്ല ചേച്ചി വരട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഒരു ചിക്കൻ സ്ട്രിപ്സും പിന്നെ ചിക്കൻ പിസ്സയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ പിസ്സ എപ്പോഴും നമ്മൾ എന്താണ് ക്രസ്റ്റ് നകത്ത് ചീസ് വെച്ചിട്ടുള്ളതാണ് ഇവർക്കിഷ്ടം. അപ്പോൾ അതാണ് ഓർഡർ ചെയ്യുന്നത്. പിന്നെ ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ തോന്നും ചില സമയത്ത് നമുക്ക് ഓർഡർ ചെയ്ത്. പക്ഷേ ഇവിടെ അത്രയ്ക്ക് നല്ല ഫുഡൊന്നും കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാറ് 1, 2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒട്ടും കൊള്ളില്ലായിരുന്നു. അത് പിന്നെ ആ ഒരു പരിപാടി അങ്ങ് നിർത്തി. പിന്നെ ഞാനും കൂടുതൽ വീട്ടിൽ നമ്മുടെ നാടൻ ഫുഡും കാര്യങ്ങളൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കൊതി തോന്നുവാണെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ ഫുഡ് വേണമെന്നുള്ള ഒരു വാശിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടുകൂടുക.